തവല്ലാ റസൂലുള്ളാഹി അംദി ഫലം യസൽ യുസഈദുനി ദഹ്രി ഫസിർതു മുമജ്ജദാ. ഹബീബായ നബി എന്നെ ഏറ്റെടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസിർതു മുമജ്ജദൻ, ഞാൻ ആരാലും ആദരിക്കപ്പെട്ട, എവിടെയും സ്ഥാനം ലഭിക്കപ്പെട്ട ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഏത് രാജാവും എന്നെ ബഹുമാനിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? എൻ്റെ കാര്യം ആരേറ്റെടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹ്. അത് പ്രേമ, ഇത് പ്രേമ. പിന്നെ 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 നബിയോട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, ബിദ്ദാത്തി, യഥാർത്ഥമായിട്ട് തന്നെ, ഇന്നി ഉഹിബ്ബുഹു, എനിക്ക് നബിയെ ഇഷ്ടമാണ്. എങ്ങനെ? വിദാദൻ സഫിയൻ, ശുദ്ധമായ പ്രേമം, ശുദ്ധമായ പ്രേമം. ഇനി അതിൻ്റെ ഇടയിൽ ഒരു മെറ്റീരിയലിന് സ്ഥാനമില്ല. ഒരു മെറ്റീരിയൽ. വിദാദൻ സഫിയൻ, വിദാദൻ സഫിയൻ. എൻ്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്ടിൽ 2 പുതിയാപ്പിളമാർ വരേണ്ട ഒരു കല്യാണം, 2 പുതിയാപ്പിളമാർ വരേണ്ട ഒരു കല്യാണം. അതിൽ പഴയ കാലത്ത് നമ്മളെ ഈ എന്താ പറയുക, സ്റ്റീൽ പ്ലേറ്റ് ഇറങ്ങിയൊരു കാലം, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. പഴയ കാലത്ത് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുക ഇലയിലാണ്, വാഴൻ്റെ ഇലയിലാണ് ചോറ് കൊടുക്കുക. വിരുന്നേർക്കൊക്കെ ചോറ് കൊടുക്കുക വാഴൻ്റെ ഇലയിലാണ്. പിന്നെ സ്റ്റീൽ പ്ലേറ്റ് ഇറങ്ങി. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് അന്ന് അക്കാലത്തൊരു ബഹുമാനപ്പെട്ട ഒരു സാധനമാണ് സ്റ്റീൽ പ്ലേറ്റ്. അങ്ങനെ 2 പുതിയാപ്പിളമാർ വന്നു. അതിൽ ഒരു പുതിയാപ്പിളിൻ്റെ ആളുകൾക്ക് ഇലയിൽ കൊടുത്തു, സ്റ്റീൽ പ്ലേറ്റും കൊടുത്തു, തൊലാക്കും ചെല്ലി. ഇരക്കാർ തൊലാക്കില്ല, ചെറുതാക്കി. വിദാദൻ സഫിയൻ, പരിശുദ്ധമായ പ്രേമം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മെറ്റീരിയലിന് ഇടപെടലുണ്ടാവില്ല. ഒന്നൊന്ന് കുറഞ്ഞു എന്നാലും ആ രാത്രി അവൻ അവളോട് പറയും, പിന്നെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മൾക്ക് ഇനിയിപ്പോൾ ഇലയല്ല നിങ്ങൾ തറയിലിട്ട് ചോറ് തന്നാലും ഞാൻ എന്നെ കൊണ്ടുപോരും. എന്തുകൊണ്ട്? അത് വിദാദൻ സഫിയ, പരിശുദ്ധമായ പ്രേമം. മറ്റൊരു അങ്ങനെയല്ല. എന്താ അത് നടക്കൂല. ഒന്നിന് ആലിലും ഒന്നിന് എന്താ പറയുക ഇപ്പുറത്തും കെട്ടില്ല. അത് നടക്കൂല, അത് നടക്കൂല. നിങ്ങൾക്ക് പുതിയാപ്പിളല്ലോ നിങ്ങളെല്ലാവരും വലിയ ഗൾഫുകാരാണ്, നമ്മളേറെ കൂലിപ്പണിക്കാരാ. അതായത് അങ്ങനെ കളിക്കാൻ പാടില്ല. മനുഷ്യന്മാരുടെ മാനം നിർത്തരുത്. അതൊന്നും പറയില്ല. നല്ല വന്ന് പിന്നെ മോശാക്കാനെ അമ്മായിമാനെ കണ്ട് കൈ മുത്തി പോന്ന് രാത്രി പറയും, എന്ത് നിങ്ങൾ ചെയ്ത് മോശമാണ്. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമില്ല കേട്ടോ, എനിക്ക് എന്നോട് ഇത്രയും വലിയ ഇഷ്ടമാണ്. അതിനാണ് അവിടെ മെറ്റീരിയലിൻ്റെ ഇടപെടലില്ല. വിദാദൻ സഫിയൻ, പരിശുദ്ധമായ പ്രേമമാണ്. അപ്പം ഇനി അതിനെ തകർക്കാൻ ഒന്നിനും കഴിയില്ല. ഭയങ്കര പ്രേമം. വിദാദൻ സഫിയൻ, പരിശുദ്ധമായ പ്രേമം. ഹലഫ്തു, ഒന്ന് ഓതി ചെല്ല്. ഹലഫ്തു ലഹു ബില്ലാത്തി ഇന്നി ഉഹിബ്ബുഹു ബിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വമൗദിഖി. അതന്നെ നബിയും നമ്മളും തമ്മിലുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അതിനൊരു അറ്റല്ല. അതിന് അറ്റുണ്ടെങ്കിൽ അതിന് മെറ്റീരിയൽ കൂടിയാൽ നമുക്ക് ഈമാൻ ഉണ്ടാവില്ല. അത് സ്വർഗം പോലെ ഇടപെടാൻ പാടില്ല. അതൊക്കെ മൂന്നാമത്തൊരു കാര്യമാണ്. രാജാവിൻ്റെ മകളെ നമ്മൾ പ്രേമിച്ചു, അവളെ നമ്മളെയും പ്രേമിച്ചു. ആത്മാർത്ഥമായ പ്രേമം. പിന്നെ അതിനാൽ എന്തുണ്ടായിത്തീരും? നമ്മൾ രാജാവും. പക്ഷെ അതിൽ ബന്ധിച്ചിട്ടില്ല. അങ്ങനെ വരാനും ഇവൾ നേരെ ആ നാട്ടിലെ കൂലിപ്പണിക്കാരൻ്റെ മകളാണെങ്കിലും ഈ പ്രേമം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് രാജാവായി തീർന്നു, ആയിക്കോട്ടെ, അതിന് നമുക്ക് വരാം. പക്ഷെ ഈ വിവാഹബന്ധത്തിൽ എന്തുണ്ടായിട്ടില്ല? രാജാവാകുമെന്ന് വിചാരിച്ച് കെട്ടിയതല്ല, ലക്ഷ്യതല്ല. അവളെ ഇഷ്ടമാണ്, അവർക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു. ഇനി ഈ പ്രേമം പൊളിയുന്ന അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ രാജാവ് മരിച്ചു. നമ്മൾ വേറെ മക്കളുമില്ല, മരുമക്കളുമില്ല. അപ്പം നമ്മളാണെങ്കിൽ അവിടെ എന്താവുക? രാജാവാകാം. രാജാവാകണതിൻ്റെ തലേ രാത്രി നമുക്ക് മനസ്സിലായി ഇവൾക്ക് സൈന്യാധിപനോട് പ്രേമമുണ്ട് എങ്കിൽ തന്തിയും തറവാടുള്ള സുബൈൻ്റെ ഉപമ നാടോടും. അവളോട് പറയും ചെയ്യും, നിങ്ങളടിയിൽ കല്ലുകടിയാകാൻ ഞാനില്ല, എനിക്കിതൊന്നും ആവശ്യമില്ല. കന്നെ ഇപ്പം അയാളെ പ്രേമിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എന്തിനാക്കണം? ഓൻ പോയി. രാജാവാകാൻ വേണ്ടി ഓളെ കെട്ടിയതാണെങ്കിലോ
പ്രേമിക്കല്ല. അവൻ്റെ ബെഡ്റൂമിൽ ഇവള് ദിവസം പോയി കടന്നുറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞാലും എന്ത് ചെയ്യും? പിന്നെ ജായിപ്പോയി, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അവിടെ മനസ്സിലായില്ലേ? പിന്നെ ആ തന്ത എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, അയാളാണെങ്കിൽ മരിച്ചും പോയി, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കണം. എന്തുകൊണ്ട്? ആവശ്യം എന്താണ്? രാജാവ് നടക്കല. രാജാകുമാരി ഇവൻ്റെ ഭാര്യ വേറെ തൻ്റെ വീട്ടിൽ കടന്നുറങ്ങിയാൽ അതിന് വിഷയമല്ല. ഇവൻ്റെ ലക്ഷ്യം എന്താണ്? രാജാവാകലാണ്. അതേപോലെ രാജാവാകലെ പ്രേമിച്ചിട്ടുള്ളൂ, ഇവിടെ പ്രേമിച്ചിട്ടില്ല. അങ്ങ് തല കൊടുക്കണം. വിദാദുൻ സഫി എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരു സ്വർഗമല്ല ഒരു നരകമല്ല. അതാണ് വിദാദുൻ സഫി, ശുദ്ധമായ പ്രേമം. അതിലൊരു ലക്ഷ്യമില്ല. നബിയെ നമ്മൾ എന്തുകൊണ്ട് നമ്മളാക്കി നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തായാലും പറയാനുള്ളത് എടുത്തിന് ഉള്ളത് നാളത്തെ അല്ല, നാളെ നീ നബി നമ്മൾ വലിച്ചെറിയാനും പ്രശ്നമില്ല. അതൊക്കെ നബി വലിച്ചെറിയാൻ നമുക്കറിയാം. പക്ഷെ നമ്മൾക്ക് നബിയോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഈ ലോകത്തിൻ്റെ മർമ്മം നബിയാണ് എന്ന് അള്ളാഹു നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മളെ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നമ്മൾ എത്താൻ കാരണം ഹബീബ നബിയാണ്. നമ്മളെ വല്ലിപ്പയായ സയ്യിദുനാ ആദം ഭൂമിയിൽ വരാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. സ്വർഗ്ഗമൊക്കെ പിന്നത്തെ കാര്യമില്ല. അപ്പൊ നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വിദാദുൻ സഫിയാണ്, ശുദ്ധമായ പ്രേമം. ഞാൻ ചെണ്ടാല ഭിക്ഷുക എന്ന കുമാരനാശാന്റെ ഒരു കവിതയിൽ ഒരു പെണ്ണിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ചെണ്ടാല സ്ത്രീയാണ്. എന്തു ചെയ്തു? ഉന്നത കുലജാതനായ ആളെ പ്രേമിച്ചു. അതിൻ്റെ പേരിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടു. അങ്ങനെ രാത്രി നട്ടപ്പാതിരക്ക് ഈ മനസ്സിലായില്ലേ, ഈ വേദാന്തിയായ യുവാവ് കാണാൻ വന്നു. ആരെ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വേദാന്തിയായ യുവാവ് കാണാൻ വന്നു ചൊടയിലയിലേക്ക്. ആരെ? ഈ ചണ്ടാല സ്ത്രീയെ. അപ്പോൾ ഈ സ്ത്രീ കൈകാലുകൾ ഛേദിക്കപ്പെട്ട് കിടക്കുമ്പോൾ പറയും, എന്താ അങ്ങ് എന്തിനിവിടെ വന്നു? ഈ രാത്രി അങ്ങേ ആരെങ്കിലും ഉപദ്രവിച്ചാലും, ഏജന്റുകൾ കടിച്ചിട്ട് അങ്ങേക്കൊന്നും സംഭവിച്ചാലും ഇതിനാണ് എന്തു പറയാ? ഇതിനാണ് എന്ത് പറയാ? അതാണ് വിദാദുൻ സഫി. അതേ സമയത്ത് തിരിച്ചും പറയാം, ഇജ്ജ് വരുമെന്ന് നോക്കി കിടക്കണേ, ഞാൻ ഇന്നപ്പോ ഈ കോലത്തിലാക്കിയില്ലേ, രജൊക്കെ വലിയ തറവാട്ടുകാരാണ്, ഒന്നും പറ്റൂലല്ലോ നീ പറയുള്ളൂ. അപ്പൊ ഓനും ഇതൊക്കെ മണി എത്രയായി? മഗ്‌രിബിനെ എത്തുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ 2 മണി. മനസ്സിലായില്ലേ? ഞാൻ ആത്മഹത്യ കഴിഞ്ഞാണ് എന്നെ കാണാത്തതുകൊണ്ട്. എനർജി വന്നു തന്നെ അങ്ങനെ പറയാലോ. രാത്രി നട്ടപ്പാതത്തൊക്കെ ചെല്ലുമ്പോൾ പറയണത് അങ്ങ് വരരുത്, അങ്ങ് സന്തോഷവാനായി ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് വിദാദുൻ സഫി എന്ന് പറയാം. അപ്പോൾ ആ പെണ്ണിന് വേദനയാണ്. എന്ത്? അവളെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടതല്ലേ അവളെ വേദന. എന്ത്? അയാൾ ഇറങ്ങി വന്ന് അത് വേദനയാണ്. എന്തുകൊണ്ട്? അയാൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനാണ് വിദാദുൻ സഫി അറിയാം. ഇതാണ് പ്രേമം. മറ്റൊക്കെ നമുക്ക് സ്വർഗം കിട്ടാൻ ഇടയിലൊരാൾ. വിദാദുൻ സഫി, അതാണ് വിഷയം. മനസ്സിലാവേണ്ട പറഞ്ഞത്. അതിന് ഒരാൾ നബിക്ക് വേണ്ടി മരിക്കുക, നബിക്ക് വേണ്ടി മരിക്കുക. സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കാണ്, നബിക്ക് വേണ്ടി മരിക്കാണ്. നമ്മളിപ്പോൾ നല്ല പ്രേമമുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മൾ മരിക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നബി ഇവിടെ ജീവിച്ചിരിപ്പിന് നിൽക്കുക, ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനത്താണ് നമ്മളുള്ളത് നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? പറഞ്ഞിടൂ. ഇപ്പോൾ ഞാൻ എന്താ ഖുബൈബ് റളിയല്ലാഹുവിനെ പറ്റി കുറേ വേദന പറഞ്ഞ ആളാണ് ഞാൻ. ഇന്നിപ്പോൾ തൂക്കിക്കൊല്ലുക. എന്തിന്? നബിയോടുള്ള പ്രേമം കാരണം. അപ്പം നമ്മൾ എന്താ പറയുക? നമ്മളൊരാളോടെങ്കിലും പറയും, ഇതൊന്ന് ഓട്ടത്തിലെടുക്ക്, നബിക്കത് കാണുമെങ്കിലും ചെയ്യാനും. നബിനോട് പറയും ചെയ്യാണ്ടോ, ഞാൻ നബിക്ക് വേണ്ടി മരിച്ച്. നമ്മളെ കാലത്ത് തോട്ടത്തിൽ അപ്പം എന്താണ് തോട്ടെടുത്തു നബിക്കെത്തിച്ചു. ഈ വ്യക്തിക്കത് നബി അറിഞ്ഞോളണം എന്ന് പോലും ഇല്ല. അതാണ് പറയുന്നത്. നബി അറിയുമ്പോൾ നബിക്ക് വിഷമവും. അതും അവർക്ക് ലജ്ജയാണ്. എൻ്റെ കാരണം നബി വിഷമിക്കരുത്, ഞാനേലിയ പോയി എന്തോനപ്പം കാണാമെന്ന് വിചാരിച്ചോട്ടെ, എന്നെ കൊല്ലണ നബി അറിയാൻ പാടില്ല, നബി കരിഞ്ഞു. മറ്റേ പിന്നെ പിറ്റേ മേസറിന്ന് ചെങ്ങായി, അതിൻ്റെ ശേഷം വേറെ ചെങ്ങായി മരിച്ച് വിട്ട് പിന്നെ വന്ന് മേസറിലെത്തിയാൽ അല്ല പരലോകത്തെത്തിയാൽ ചോദിക്കും, അല്ല ഞാനാ മരിച്ച വിവരം പിന്നെ നബി അറിഞ്ഞോ? എന്നിട്ട് നബി കരിഞ്ഞോ? അൽഹംദുലില്ലാ, നബി കരിഞ്ഞാൽ
ഇതിനാണ് മനസ്സിലായി പറഞ്ഞു. വിദാദുൻ സഫിയാണെങ്കിൽ നബി കരയണ വരെ ഇയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല, നബിക്ക് സന്തോഷമാണ്. ഞാൻ നബിക്ക് വേണ്ടി കുന്തത്തിൽ കഴുമരത്തിൽ നാട്ടി കൊല ചെയ്യപ്പെട്ടതിന്റെ കാരണം നബി കരഞ്ഞിട്ടുണ്ട് എന്ന് ഹുബൈബെങ്ങാനും അറിഞ്ഞാൽ ഹുബൈബിനെ സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് പറകുട്ടി, എന്തുകൊണ്ട്? നബിയിൽ അലിഞ്ഞവരാണ്, നബി കരയാൻ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ശത്രുവിനെ കെട്ടിയാൽ ആ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ഹുബൈബിന് തോന്നും. എന്തുകൊണ്ട്? എന്റെ നബിനെ ഒരു കരയിച്ചില്ലേ, എന്തിനാ നബി കരഞ്ഞ്? എന്നെ തൂക്കിക്കൊന്നുകൊണ്ട് അതയാൾക്ക് വിഷയമല്ല. എന്റെ നബി കരയാൻ കാരണമായവരെ ഞാൻ വെറുതെ വിടുവിടും. അതാണ് പ്രേമം. എന്നാണ് വിദാദുൻ സഫിയ അറിയാം. പറഞ്ഞത് മനസ്സിലായ കുട്ടിയെ. ഇന്നിപ്പോ ഇതൊന്നും തെറ്റുമല്ല. എന്നിട്ട് എന്തേ ഇപ്പം അന്ന് നബിൻ്റെ ഒരാൾ മരിച്ചു, അടുത്ത സ്വഹാബി മരിച്ചു, പരലോകത്തെത്തി, ആലിമുൽ അർവാഹ കൂടിയപ്പോൾ ഈ സ്വഹാബി മറ്റേ സ്വഹാബി പിന്നെ എന്തായത്? അന്ന് പിന്നെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നബിയോട് പറഞ്ഞു. പിന്നെ അന്ന് നബി റൊട്ടിയൊന്നും തിന്നില്ല, ഞങ്ങളും അത് തിന്നില്ല, കടന്നുറങ്ങി. ഓ അൽഹംദുലില്ലാ. അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇന്നെ ചിന്തിച്ചാണ് തൊട്ടി നിന്നല്ലോ. അൽഹംദുലില്ലാ. അതല്ല, അത് അതിന് വിദാദുൻ സഫിയ എന്നറിയില്ല. അത് ആ വിവരം അറിഞ്ഞാൽ ഈ സ്വഹാബിക്ക് പിന്നെ സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എൻ്റെ റസൂലുള്ളാഹിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം അവരാ മുടക്കി. എന്തിനാ മുടങ്ങിയെന്ന്? എന്നെ കൊന്നത്. എന്നെ കൊല്ലം എനിക്ക് വിഷയമല്ല, എൻ്റെ റസൂലുള്ളാഹിയുടെ ഒരു മുറുക്ക് വെള്ളം മുടങ്ങൽ എനിക്ക് വിഷയമാണ്. അതിനാണ് എന്ത് പറയാ? വിദാദുൻ സഫിയ, പരിശുദ്ധമായ പ്രേമം. അതാണ് അവർ നമ്മളൊക്കെ വ്യത്യാസം. അവരുടെ കാലത്ത് പത്രങ്ങളില്ല, അപ്പോൾ ഫോട്ടോ എടുക്കലും ഇല്ല. സഹാബികളുടെ കാലത്തിന് മൊബൈലില്ല. മൊബൈലുണ്ടായ മുനാഫിഖീങ്ങൾ കൂടും, ഒക്കെ ഫോട്ടത്തുമ്മലാവും കളി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബിയോട് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ഒറിജിനാലിറ്റിയിൽ തന്നെ, അതിൻ്റെ ഒറിജിനാലിറ്റി ഹഖീഖത്തിൽ തന്നെ, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ ഞാൻ നബിയോട് സത്യം ചെയ്തിരിക്കുന്നു. എന്ത്? ഇന്നി ഉഹിബ്ബുഹു, ഞാൻ നബിയെ പ്രേമിക്കുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നത്തെ പ്രേമം? വിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വ മൗദിഖി. വിദാദൻ സഫിയൻ, ശുദ്ധമായ പ്രേമം. ഫഹുവ നഹ്ജി, അതാണല്ലോ, നബിയാണല്ലോ എൻ്റെ മാർഗം. എൻ്റെ ഞാൻ വരുന്ന അടിത്തറയും എൻ്റെ കേന്ദ്രം, എൻ്റെ റോഡും നബിയാണ്, ഞാൻ പുറപ്പെട്ട സ്റ്റേഷനും നബിയാണ്. ഞാൻ എത്തിച്ചേർന്ന സ്വർഗം അതല്ല എൻ്റെ വിഷയം. ഞാനെന്ന ഒരാളൊരു കേന്ദ്രത്തിൽ നിന്ന് വന്നതാണ്. ആ കേന്ദ്രം ആരാ? നബിയാണ്. ഞാൻ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡാരാ? അതും നബിയാണ്. നഹ്ജി, എൻ്റെ മാർഗം, ഐ തുരീഖി, എൻ്റെ മാർഗം. എന്റെ സ്റ്റേഷൻ, ഞാൻ പുറപ്പെട്ട സ്ഥലം. സഹാബികൾ പറഞ്ഞില്ലേ, എന്താ പറയാ, അബ്സീനിയയിലേക്ക് അയക്കപ്പെട്ട സ്വഹാബികള് എന്താ ഇർക്കലല്ല, എന്താണ് എന്താ പറയാ, നജാഷി രാജാവ് പിടികൂടി. നജാഷി രാജാവ് ആദ്യം, പിന്നെ ഖുറൈശികൾ വന്ന് ആദ്യം അഭയം കൊടുത്തു, പിന്നെ ഖുറൈശികൾ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി. അപ്പം വിളിച്ചിട്ട് നജാഷി ചോദിച്ചു. അപ്പോൾ ചോദിച്ചതിനവര് നജാഷിക്ക് ഇഷ്ടമില്ലാത്ത മറുപടികൾ പറഞ്ഞു. നജാഷി ക്രിസ്ത്യാനിയാണ്. മാ തഖൂലു ഫി ഈസ ഇബ്നു മറിയം, മാ തഖൂലുന ഫി ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓഹോ അബ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ ദാസൻ, അല്ലാഹുവിൻ്റെ ദാസനാണ്. എന്തുകൊണ്ട്? നബി അവരെ അങ്ങനെ പഠിപ്പിച്ച്, അതേ ഉള്ളൂ. നിങ്ങളെന്താ ഇന്നെ കാണുമ്പോൾ തല കുനിക്കാത്ത? ഞങ്ങൾ ഏത് രാജാവിനും തല കുനിക്കില്ല, അല്ലാഹുവിനല്ലാതെ. പിന്നെ പറഞ്ഞു, എന്ത്? ഞങ്ങൾക്കൊരു വിവരമുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ എന്താണ് പകലെന്താണെന്നറിയാതെ ഒരു ജനതയായിരുന്നു. ഞങ്ങൾക്ക് കള്ള് പെണ്ണ് ഇത് ഞങ്ങൾക്കൊരു വിഷയമല്ല. കള്ള് കുടിക്കുക, പെണ്ണ് പിടിക്കുക, കള്ള് കുടിക്കുക, പെണ്ണ് പിടിക്കുക, ആരാൻ്റെ മുതലപഹരിക്കുക, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുക, കണ്ടതിന് മുഴുവൻ ആരാധിക്കുക, കല്ല കണ്ണും മണ്ണും ഒക്കെ ഞങ്ങൾ ആരാധിക്കുക. അങ്ങനത്തെ കാലം നമുക്ക് കഴിഞ്ഞുപോയി. അപ്പോൾ ഒരാൾ ഞങ്ങളെ മുന്നിൽ പൊട്ടി വിടർന്നു. ആ മനുഷ്യൻ ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിപ്പിച്ചു. ആ മനുഷ്യത്തെ ഞങ്ങൾക്ക് മാപ്പയാരാണ് ഉമ്മരാന്ന് പഠിപ്പിച്ചു. ആ മനുഷ്യൻ ഞങ്ങൾക്ക് മനുഷ്യൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾ മനുഷ്യരായി. അതിനു മുമ്പ് ഞങ്ങൾ മൃഗങ്ങളായിരുന്നു എന്ന് ആ മനുഷ്യൻ വന്നപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. ഇനി ഞങ്ങൾ ആ മനുഷ്യനെ ഒഴിവാക്കില്ല. നിങ്ങൾക്കൊന്നായ വിഷയം, ഞങ്ങൾ ആ മനുഷ്യനെ ഒഴിവാക്കേയില്ല. ഞാൻ എന്തു ചെയ്യും?
ഞങ്ങളെ മനുഷ്യനെ ഒഴിവാക്കും. മനസ്സിലാണ്ടോ? ഇതാണ് പ്രേമം. വിദാദൻ സഫിയൻ ഫൗവന്നഹജി, എൻ്റെ മാർഗം നബിയാണ്. ഞാൻ അങ്ങനെ ആയത് നബിയെ കൊണ്ടാണ്. നീ തൂക്കിക്കൊന്നോളി. പക്ഷെ എനിക്കൊരു മാർഗം കാണിച്ചു തന്നു. ഇതുവരെ എനിക്ക് എന്തറിയില്ല, മാർഗം അറിയില്ല. അതന്നെ നമസ്കരിക്കാണ്. നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മളാളാരന്നെ റസൂലുള്ളാ. നിസ്കാരം കഴിഞ്ഞാലും ആരന്നെ റസൂലുള്ളാ. കാരണം റസൂലുള്ളാ ഇല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടൂല. നിസ്കാരം പിന്നെ നിസ്കരിക്കുന്നുണ്ട്. കാരണക്കാരനാരാ? റസൂലല്ലേ. റസൂലുള്ളാ എന്ന ഒരാളില്ലെങ്കിൽ നിനക്കെങ്ങനെ നിസ്കാരം കിട്ടി? ചിന്തിക്കും. റസൂലല്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ മാന്യമായി സംസാരിച്ചു? റസൂലല്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ മാന്യമായി സംസാരിക്കുന്നു? റസൂലല്ലായിരുന്നെങ്കിൽ മാന്യമായി അങ്ങനെ വസ്ത്രം ധരിച്ചു? വസ്ത്രത്തിനൊരു പ്രത്യേകമായ അളവ്, ഇന്നത് മുതൽ ഇന്നത് വരെ ലോകത്തൊരു ജനതയ്ക്കുള്ളൂ. അതാർക്ക? ഉമ്മത്ത് മുഹമ്മദ്. ആ അളവിലേ വസ്ത്രം ധരിക്കൂ. ഒരുത്തനെ കണ്ടാലറിയാം ഒരു ദീനുണ്ടോ അല്ലേ. പറയും മനുഷ്യന്മാരെ, ആണോ അല്ലേ? ഇതാരുണ്ടാക്കി? ഒരുത്തൻ നടക്കണവന്റെ വസ്ത്രം കണ്ടാലറിയാം. എന്ത്? ഒരുത്തന്റെ തലമുടി വെട്ടിയോ അല്ലേ കണ്ടാലറിയാം. അവൻ എന്തുണ്ടോ അല്ലേ, ഇപ്പം മനുഷ്യനാണോ അല്ലേന്നറിയാം. അവന്റെ തലയിൽ ഇവിടെ മുടിയുണ്ട്, ഇവിടെ മുടിയില്ലെങ്കിൽ അവന്റെ തലയിൽ ആരില്ല. പറ കുട്ടി, ഇവന്റെ തലയിൽ ആരില്ല. റസൂലല്ല. റസൂല തലയിലുണ്ടെങ്കിൽ ആ തലന്റെ മുടിയിലെ മുടി അങ്ങനെ വെട്ടൂല. അപ്പൊ തലമുടി എങ്ങനെ വെട്ടണം? ആരെ വെട്ടിച്ച്? ബാർബർ ഷാപ്പോ? ബാർബർ ഷാപ്പിൽ എങ്ങനെ വെട്ടും? ഓരോ വെട്ടലിന് 50 റുപ്യ കൂട്ടും. എങ്ങനെ വെട്ടണോ? 150 റുപ്യ. ഒന്നും കൂടി ഇങ്ങനെ ആക്കണോ? 200 റുപ്യ. എലി പപ്പടം കടിച്ച മാതിരി ആക്കണോ? 300 റുപ്യ. അപ്പാച്ചി, അമ്മാച്ചി, മൂത്തച്ചി, അച്ചി എന്നൊക്കെ അങ്ങനെ ഓരോന്നും പറഞ്ഞോളി. ഓരോ പേരും പറഞ്ഞത്. അപ്പൻ്റെ പേരിൽ കെട്ട്, അമ്മൻ്റെ പേരിൽ വേറെ കെട്ട്, മൂത്തച്ഛൻ്റെ പേരിൽ വേറെ കെട്ട്. അതിനൊക്കെ ഒരിങ്ങനെ മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതല്ല. ബാർബർ ഷാപ്പുകാരൻ ഞങ്ങൾക്ക് 300 റുപ്യ നിങ്ങളൊന്ന് ഇവിടെ മുഴുവൻ കളഞ്ഞിട്ട് ഇവിടെ അങ്ങനെ നിർത്തിത്തരണം എന്ന് പറഞ്ഞാൽ ഈ ബാർബർ ഷാപ്പുകാരൻ അള്ളാഹുവിന്റെ റസൂൽ തലയിലുണ്ടെങ്കിൽ എന്താ പറയാ? എനിക്ക് വേറെ എവിടെ നോക്ക്, ഇവിടെ നടക്കൂല. ഇവിടെ ഒരു വെട്ടു മദീനത്തിൽ നിന്ന് തുടങ്ങിയൊരു വെട്ടാണ് അവിടെ ഉണ്ട്. അതിന് എനിക്ക് ആവശ്യമില്ല. മര്യാദക്കാൻ്റെ താടി മുടിയും ലെവലാക്കി തന്നാൽ ശരി, 100 റുപ്യ എന്നാൽ മതി. അതിന് അല്ലാത്ത വെട്ടണോ? ഈ അപ്പുറത്ത് വേറെയും കുറേ അങ്ങാടി തന്നെ ഉണ്ട്, പോയിക്കും. എന്താ കാക്ക നിങ്ങളെ കുട്ടികൾ പട്ടിണക്ക്, എൻ്റെ കുട്ടികൾ പട്ടിണക്ക് നോക്കണ്ട, എൻ്റെ റബ്ബ് നോക്കിക്കോളും. എന്തുകൊണ്ട്? അയാൾ വെട്ടി കൊടുക്കൂല. ഇയാൾ ബാർബറാണ്, ഇയാൾക്ക് 300 റുപ്യ വേണ്ട. എന്തുകൊണ്ട്? അയാൾ തലയിൽ ആരുണ്ട്? റസൂലുണ്ട്. സ്വർഗവും നരകവും നമ്മൾ 25-ന് റമദാനിൽ കരഞ്ഞാൽ പോരെ? അതാണോ ദീന്? 25-നാണ് കരഞ്ഞത്. പക്ഷേ ഞാൻ കുറേ മുടി അങ്ങനെ വെട്ടിയിട്ടുണ്ട്, മാപ്പാക്കണേ. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു 25-ന് കരയാൻ വേണ്ടി കാത്തു നിൽക്കൂല മൂമിന്. കരഞ്ഞാലും ഇല്ലെങ്കിലും മൂമിനായ മനുഷ്യനെ അങ്ങനെ വിട്ടൂല്ല. എന്തുകൊണ്ട്? അവൻ്റെ നെഹ്ജ്, അവൻ്റെ ഇരുത്തം, നടത്തം, പിടർപ്പ്, അവൻ്റെ എല്ലാ കാര്യവും, അവൻ്റെ കിടക്കൽ, അവനക്ക് എങ്ങനെ കിടക്കണം, അവൻ രാത്രി ഉറങ്ങാൻ എങ്ങനെ കിടക്കണം, ആര് തീരുമാനിച്ചു? അങ്ങനെ കിടക്കുള്ളൂ. ഉറങ്ങിയാ പിന്നെ അറിയില്ല, പക്ഷെ ഉറങ്ങാൻ എങ്ങനെ കിടക്കുള്ളൂ. എന്തുകൊണ്ട്? അതാരുടെ ഉറക്കാണ്? നൗമുൻ നബിയിൽ മുസ്തഫ, പുണ്യനബി അങ്ങനെ ഉറങ്ങിയത്, അങ്ങനെ ഇയാൾ ഉറങ്ങുള്ളൂ. റസൂലുള്ള എൻ്റെ മാർഗമാണ്. എൻ്റെ അടിത്തറയുമാണ്. ഞാൻ നബിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നബിയോട് കൂടെ വരുന്നത്. നബി എവിടെ എത്തുമോ അവിടെ ഞാൻ എത്തും. എവിടെ എത്തണം എനിക്കില്ല. കുട്ടിക്ക് എവിടെ പോകണമെന്നില്ല. കുട്ടിക്ക് എവിടെ പോകണമെന്നുണ്ടോ? വാപ്പ കുളിപ്പിച്ച് വൃത്തിയാക്കി 2 വയസ്സ് 3 വയസ്സായ കുട്ടീനെ കൊണ്ട് മോട്ടോർ സൈക്കിൾ എടുത്ത് പോവുകയാണ്. കുട്ടിക്ക് ഇന്നോടത്ത് എത്തണമെന്നുണ്ടോ? കുട്ടിക്ക് എത്രയേ ഉള്ളൂ. ബാപ്പനും പോകണം. ബാപ്പ അന്ന് അമേരിക്കക്കാണെങ്കിൽ കുട്ടി അമേരിക്കയിലെത്തും. ബാപ്പ കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ കുട്ടി അവിടെ പോയി വരും. കുട്ടിക്ക് എവിടെ പോകണമെന്നില്ല. കുട്ടിക്ക് ആരൊപ്പാണെന്നേ ഉള്ളൂ. പറ കുട്ടി, അന്ന് വൈകുന്നേരം വരെ ഒരു മുറുക്ക് വെള്ളം കിട്ടിയില്ല, എന്നാലും കുട്ടിക്ക് വേദനയില്ല. കാരണം കുട്ടിക്ക് ആരൊപ്പാവേണ്ടത്? ബാപ്പാനെ കുട്ടിക്ക് അറിയില്ല. അതേ സമയത്ത് പള്ള നിറച്ച് ചോറ് കൊടുത്ത് ഹോട്ടലിലിരുത്തി 1/2 മണിക്കൂർ ബാപ്പാനെ കണ്ടില്ല. ഈ ചോറ് തിന്നാതെ കുട്ടി കഴിയും. എന്തുകൊണ്ട്? കുട്ടിക്ക് ആരെ വിടാൻ കഴിയില്ല, അവരുണ്ടാൻ കഴിയില്ല. അതല്ലേ സത്യം? ഇതന്നെ നമുക്ക് റസൂലുള്ള. നമുക്ക് റസൂലുള്ള വിട്ടിട്ടുള്ള ജീവിതമില്ല. ഫഹുവ നഹ്ജി, റസൂലുള്ള എൻ്റെ മാർഗമാണ്. ഓ മൗദിഖി, എൻ്റെ അടിത്തറയാണ്. നബി എന്നാ ഞാൻ വരുന്നത്. ഞാൻ ആരെ കൂടെയാണ്? നബിയോട് കൂടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് ഒന്നുകൂടി. അലാ ലൈത ശഅരി കൈഫ അഹദി ഇൻദഹു ഫഇന്ന ലഹു ഇൻദി ലഅദാ മുവസ്സഖി
ഹലഫ്തു ലഹു ബില്ലാത്തി ഇന്നി ഉഹിബ്ബുഹു വിദാദൻ സഫിയൻ ഫഹുവ നഹ്ജി വമൗദിഖി فإنك محراب الوجود ووجوها وإنك باب الوصل للمتحقق وإنك ختم الأنبياء فلا يرى نبي بعيد المصطفى القرم فيلقي. ഒരുങ്ങി പറയണം, രാവിലെ ലേശം ഒരുങ്ങി പറയേണ്ടതാണ്. ഫൈനക്ക മെഹ്റാബുൽ വജൂദ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയാണ്. അത് തലയൊക്കെ കയറണമെങ്കിൽ ഫ്രഷ് തലയൊക്കെ കയറണം, കുറച്ച് പണിയാണ്. ഫൈനക്ക മെഹ്റാബുൽ വജൂദ്. നിങ്ങൾ ബുർദ ആകെ തപ്പിയാൽ അങ്ങനത്തെ വരി കിട്ടില്ല. ബുർദ മോശമായിട്ട് വരെയല്ല, ഇത് മേലേറ്റ് വരെയാണ്. അങ്ങനത്തെ ഒരു വരി അതിലുണ്ടാവില്ല. ഇത് വർത്താന. ഫൈനക്ക മെഹ്റാബുൽ, അതൊരു വാക്കാ. ഈ ഫൈനക്ക മെഹ്റാബുൽ വജൂദി എന്നാണ് പറയുമ്പോഴത്തിന് അതങ്ങോട്ട് വ്യാഖ്യാനിക്കുമ്പോഴത്തിന് എത്ര നേരം എടുക്കും ഞങ്ങൾ വിചാരിച്ച്. അതൊക്കെ ഒരു മുതല. ബുർദ ആകെ തപ്പി അങ്ങനത്തെ ഒരു വരി ഉണ്ടാവില്ല. ബുർദ മോശമായിട്ട് പറയല്ല ഞാൻ, ഇതിൻ്റെ മഹത്വമാണ്. فإنك محراب الوجود ووجوها وإنك باب الوصل للمتحقق وإنك ختم الأنبياء فلا يرى نبي بعيد المصطفى القرم فيلقي سيلمة الكذاب حوال كونه شريكا له في الأمر محلات مشدوقي وربي يحق الحق يبطل ضده ولو ساء نور الحق أهل تزندقي فقد جد في تحقيق دعواه جهده ولكن ربي غالب كل فيلقي فهو زباد قد زهزه الله كيده وتبقى منافع الخلائق ترتقي وإن قريشا كذبوه وقاتلوا فمزق سيف الحق أهلا تفسقي إن شاء الله وإنك محراب الوجود. ഒരുങ്ങി വന്നാൽ ശനിയാഴ്ച അത് വിശദീകരിക്കും. فإنك محراب الوجود അതൊരു മോഡല്ല. അപ്പോൾ പറഞ്ഞൊക്കെ ഒരു മോഡൽ വാക്കാം. അപ്പോൾ മനസ്സിങ്ങനെ മനസ്സിന്നത് കയറ്റിക്കൊണ്ടോണം. فإنك محراب الوجود അതൊരു മോഡല. പറഞ്ഞതൊക്കെ പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മൾ അള്ളാഹിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയാൻ കുറച്ചുണ്ട്. തിരിയാത്ത കാലത്തോളം നമുക്കിതൊക്കെ ഒരു എന്താ തോന്നിയാസായി തോന്നും. നമുക്കത് മനസ്സിലാവില്ല. പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ ഉള്ളിലേക്ക് നബി കയറിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഹബീബ് കയറിയാൽ പിന്നെ ഒന്നുമില്ല. അത് മഹബത്തുണ്ടല്ലാതെ കയറ്റാനോട്ട് കഴിയൂല്ല. നിസ്കരിച്ചിട്ട് നബിയെ കയറ്റാൻ കഴിയില്ല. നോമ്പ് വെച്ചിട്ട് നബിയെ ഹൃദയത്തിൽ കയറ്റാൻ കഴിയില്ല. നബിയെ ഹൃദയത്തിൽ കയറ്റുമോ നിസ്കരിക്കും, നോമ്പിലൊക്കെ ചെയ്യും. അത് വേറെ. നിസ്കരിച്ചിട്ട് ഒരാൾക്ക് നബിയെ ഉള്ളിൽ കയറ്റാൻ കഴിയില്ല. ഇമ്പോസിബിൾ, അസാധ്യമാണ് ആ കാര്യം. ഒരിക്കലും നടക്കില്ല. ഇനി ഒരാൾ നിസ്കരിച്ചിട്ടില്ല എന്നത് കൊണ്ട് അയാളുടെ കൽബിൽ നിന്ന് നബി ഇറങ്ങിപ്പോകില്ല. അതിൻ്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നുമല്ല, തിരിച്ചു മനസ്സിലാക്കണ്ട. ഒരാൾ നിസ്കരിച്ചതുകൊണ്ട് നബി അയാളെ ഉള്ളിൽ കയറൂല. ഒരാൾ നിസ്കാരം തെർക്ക് ചെയ്തുകൊണ്ട് നബി അയാളെ ഉള്ളിൽ നിന്ന് ഇറങ്ങൂല്ല. നിസ്കാരം വലിയ കാര്യം, 100% നല്ല കാര്യമാണ്, വലിയ കാര്യമാണ്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കബീറത്താണ്. ഇങ്ങനെ കബീറത്ത് എന്നാണ്, ഭയങ്കര കബീറത്താണ്. നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയോടെ ഒക്കെ അപ്പുറത്താണ്, അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അപ്പുറത്ത് ഈ 5 വഖത്ത് ഇന്നിപ്പോൾ നേരം എടുത്ത് സുബഹി നിസ്കരിച്ചല്ലോ. ഇന്ന് സുബഹി നിസ്കരിച്ചല്ലോ. പറയും മനുഷ്യന്മാരെ, ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് 1 സെക്കൻഡ് നബി നമ്മളെ കൂടെ ഉണ്ടായോ? 1 സെക്കൻഡ് ഉണ്ടായി നബി നമ്മളെ കൂടെ. നബി ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിസ്കാരം? ഞാൻ അസ്സലാമു സലാം പറയാം, അസ്സലാമു അലൈക്കും. നിങ്ങളെ കളിയാക്കാന്നല്ലേ പറയാം. അസ്സലാമു അലൈക്കും. നിങ്ങളൊക്കെ കളിയാക്കലല്ലേ? നബിയോട് വർത്തമാനം പറയാനൊരു അവസരം ഉണ്ടല്ലോ നിസ്കാരത്തിൽ. ആ നേരത്തെങ്കിലും നബിനെ ഓർത്തോ? ഇന്നത്തെ നിസ്കാരം അസ്സലാമു അലൈക്കും. ഇവിടെ ഇരിക്കണം അസനാജിനോട് അസ്സലാമു അലൈക്കും. നീ അസനാജിന്റെ ഭാഗത്ത് തന്നെ അസ്സലാമു അലൈക്കും.
എന്ത് വായനയുള്ളത്? നബി അസ്സലാജിൻ്റെ മുന്നിലുണ്ട്. എന്നിട്ട് ഞാൻ സലാം പറഞ്ഞ എങ്ങനെ? അസ്സലാജി അസ്സലാമലൈക്കും. അസ്സനാജിൻ്റെ മുന്നിലുണ്ടെന്നും ഞാൻ അസ്സനാജിയോട് ആണ് സലാം പറയണമെന്നുള്ള ബോധമില്ല ആദ്യം കൊണ്ട് ഇല്ലേ? ഇന്നിപ്പോൾ നമ്മൾ കോടാനക്കൂടി സുബഹിസ്കരിച്ചിട്ട് എത്ര ആൾക്കാർ ബോധം ഉണ്ടായി? എന്ത് നിസ്കാരം ഞങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ആരാ? റസൂലല്ലേ. ഇക്കൊല്ലം അങ്ങനത്തെ സലാം പറഞ്ഞു, കഴിഞ്ഞൊല്ലം പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലാണ് എന്ന ചിന്ത ഉണ്ടോ? റസൂലുള്ളാൻ മനസ്സിലായില്ലേ? ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലാണെന്ന് ബോധമുണ്ടോ? പിന്നെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും സലാജോട് സലാം പറയും, അസ്സലാമു അലൈക്കും. ഒരു ദിവസം വേറെ ആൾ എങ്ങനെയുണ്ട് സലാജി ഉസ്താദിനെ പറ്റി അയാളെ വർത്താനം പറയും. അയാൾ മനുഷ്യനോടൊന്ന് സലാം പറയുമ്പോഴൊന്നും മൂത്ത് കൊടുക്കാത്ത മനുഷ്യനാണ്. അങ്ങനെയല്ലേ പറയും? അല്ല ഉസ്താദ് കാസിം ഉസ്താദിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം ഈ മനുഷ്യന്മാർ പറഞ്ഞ മാതിരിയൊന്നുമല്ല. അയാളൊക്കെ പണ്ടേ പോക്കാം. എന്നൊക്കെ എപ്പോഴല്ലേ തിരിഞ്ഞ അയാൾ പോക്കാണ്. അയാൾ പണ്ടേ പോക്കാം. എന്ത് ഒരു സലാം പറയുമ്പോൾ മൂത്ത് പോക്കൂല. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ റസൂൽ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറഞ്ഞു? ഇക്കൊല്ലം ഒരു നിസ്കാരത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇക്കൊല്ലം കഴിഞ്ഞൊല്ലം കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സുബഹിസ്കരിച്ചിട്ടുണ്ടല്ലോ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ടില്ല? പറഞ്ഞല്ലേ? ഇന്നത്തെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞു. നബി നോക്കിയോ? നബിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ അഷ്റഫിനോട് അഷ്റഫേ അസ്സലാമു അലൈക്കും എന്ത് പണിയുള്ളൂ? അതായത് മീമ് നീട്ടി പറയുന്നത് വേണ്ട. സലാം അലൈക്കും അപ്പോൾ അഷ്റഫിൻ്റെ മുന്നിലാണെന്നും ഞാൻ അഷ്റഫിനോടാണ് സലാം പറയുന്നത് എന്ന ബോധം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എല്ലാ നേരവും നബിയോട് സംസാരിക്കാനൊരു അവസരമൊക്കെ ഉണ്ടല്ലോ. നബിക്ക് സലാം പറയാൻ അവസരം ഉണ്ടല്ലോ. അത് ദീനല്ലേ? ഒരു വട്ടെങ്കിലും നബിയോടാണ് ഈ സലാം പറയുന്നത് എന്നുള്ള ചിന്ത ഉണ്ടോ? നമ്മളെ നിസ്കാരത്തിന് എന്ത് വിലയുള്ളത്? നമുക്ക് കൂലി കിട്ടണം. കൂലിയാണല്ലോ വേണ്ടത്. നമുക്കിപ്പോൾ അമ്മോശാക്കാക്ക് പൂള കളിച്ചാലും വേണ്ടില്ല, വാപ്പാക്ക് കളിച്ചാലും വേണം. വൈകുന്നേരം 1000 ഉൾപ്പെടും. പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓളോട് പോയി പറഞ്ഞു. പിന്നെ എൻ്റെ തന്ത ഞാൻ എന്നെ കിട്ടിച്ചെന്ന് എന്തിട്ട് മറ്റേ ആ കുതിരയോടെ നിർത്തിക്കളി മര്യാദയ്ക്ക് അവനെ കൈക്കോട്ടാണ് വെക്കുമ്പോൾ പൈസ കിട്ടണം. മരിച്ചാൽ മുതലിട്ടോ അതിപ്പോൾ ഏത് മനുഷ്യനും മുതലിട്ടു. ഇനി എൻ്റെ ആപ്പാനെ മുതൽ മാത്രമേ എനിക്ക് ഞാൻ വൈകുന്നേരം പണിയെടുത്താൽ വൈകുന്നേരം പൈസ മറ്റേ മള്ളിയനും മരുവനും ഒക്കെ വേറെ. അങ്ങനെ അന്തല്ലാത്ത പറയാം. നമുക്ക് എന്ത് വേണം? കൂലി വേണം. നമുക്ക് കൂലിയാണ്. ഒരു അരിഫ് ഓതിയാൽ 10 കൂലിയായി, ലാം ഓതിയാൽ 20ആയി, മീം ഓതിയാൽ 30ആയി. കമ്പ്യൂട്ടർ പറക്കും പോലെ പറക്കും. അലിഫുലാമെടുത്തി അബിൻ്റെ കലാമാണ് എന്ന ചിന്തയിലാണ് ഓതേണ്ടത്. കൂലിയല്ല. കൂലി അന്തല്ലാത്തവനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ അതിൻ്റെ അന്തമാണല്ലോ. മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹത്തിൽ ചെയ്യണം. അവർ കൽപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഈ കൂലില്ല, നാളെ മുതൽ കൂലില്ലാറും അല്ലാഹു തആല. അടുത്ത 25 ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, പിന്നെ പുതിയ ഓർഡർ ഉണ്ട്. എന്തേ? ഇനി കൂലിയൊന്നും ഉണ്ടാവില്ല എന്നറിഞ്ഞു. എങ്കിൽ നമ്മളെന്താ പറയും? നമ്മളെന്താ പറയാ? പറഞ്ഞ നന്നായി, ഇപ്പം ഇതിന് മെനക്കെടുണ്ടല്ലോ. മൗലൂദ് കഴിഞ്ഞിട്ട് സ്ഥിരമായി ബിരിയാണി കൊടുക്കുന്ന നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ പറഞ്ഞൊരു ഫലിതാണ്. മൗലൂദ് കഴിഞ്ഞാൽ ബിരിയാണി കൊടുക്കും സ്ഥിരം. അങ്ങനെ ഒരു ദിവസം മൗലൂദ് കഴിഞ്ഞ് നോക്കുമ്പോൾ ബിരിയാണി ഇല്ല. അവല് വായിച്ച് ഇങ്ങനെ കുറച്ച് കൊടുത്ത്. അപ്പോൾ ഇപ്പം അവല് വെച്ച് കൊടുക്കണോനോട് ചോദിച്ചു, അല്ല ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്ന് അവല് വെച്ചതാണ്. എന്തെങ്കിലും നേരത്തെ പറഞ്ഞു. അല്ല മൗലൂദിനല്ലേ? മൗലൂദല്ല, എനിക്ക് മൗലൂദിന് വന്നാൽ ബിരിയാണി കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം, അപ്പം ഞാൻ വരൂല. നമുക്ക് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടണം, നോമ്പൊറ്റാൽ സ്വർഗം കിട്ടണം എന്നൊക്കെ തന്നെ. കിട്ടൂലെന്നല്ല. രാജാവിൻ്റെ മകളെ പ്രേമിച്ച് അവളെ പൊന്നു പോലെ കൊണ്ടുവരുന്നാലും രാജാവ് ആകൂല എന്നല്ല, രാജാവാകും. പക്ഷെ രാജാവാകലും തോട്ടിയാകലും അവൻ്റെ ലക്ഷ്യമല്ല. അവൻ്റെ ലക്ഷ്യം അവളാണ്. അവൾ ഇനി ആ നാട്ടിലെ കൂലിപ്പണിക്കാരൻ്റെ മകളാണെങ്കിലും കേട്ടോ, രാജാവിൻ്റെ മകൾ രാജാവ് പറഞ്ഞു എൻ്റെ മകളെ കിട്ടിയാൽ രാജാവാക്കാം. അതേസമയത്ത് കൂലിപ്പണിക്കാരൻ്റെ മകളെ കെട്ടലാണ് അവൻ്റെ പ്രേമമെങ്കിൽ അവൻ കിട്ടുക എന്താണ്? കൂലിപ്പണിക്കാരൻ്റെ മകളെയും കിട്ടി രാത്രി നാടുവിടും. എന്തേ? അയാൾ ജീവിക്കാൻ വയ്ക്കൂല. രാജാവാണ്ട.
കൊള കിട്ടിയാൽ മതി. പ്രേമം അതിനോടാണ്, കൂലിനോടല്ല. വിദാദൻ സഫിയ്യൻ ഫഹുവ നഹ്ജി വമൗദിഖി. അള്ളാഹിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. ഫഇന്നക മിഹ്റാബുൽ വജൂദ്. ശനിയാഴ്ച വിശദീകരിക്കും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.